എടേ പെണ്ണേ പോയൊരു ബദാം ജ്യൂസ് കൊണ്ടുവാ. ഇടി ഒരു ബൂസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് നേരത്രയായി. വീഴ്ച നിൽക്കാതെ പോയി ജ്യൂസ് കൊണ്ടുവാടി. ജ്യൂസ് എടുക്കും. ബൂസ്റ്റ് എടുക്കാതെ ജ്യൂസ് എടുത്താൽ വിവരം അറിയും. കളിക്കരുത്. നീ പോടാ തൃണമേ. എന്ത് വിളിക്കേ? തൃണം. പുല്ലിന് ഇങ്ങനെ ഒരു വൃത്തിയിട്ട പേരുണ്ടോ? ഉണ്ട്. താനിട്ടതല്ലേ? അതെ ഞാനിട്ടതാ. ഈ പുല്ലാണോ മരമാണോ പറഞ്ഞ അനുസരിക്കുന്ന ഇപ്പൊ അറിയാം. പോയി ജ്യൂസ് കൊണ്ടുവാടി. പോയി ബൂസ്റ്റ് കൊണ്ടുപാടി. എടീ ഞാൻ പറഞ്ഞ അനുസരിക്കുന്നോ ഇയാള് പറഞ്ഞ അനുസരിക്കുന്നോ എനിക്ക് ഇപ്പൊ അറിയണം. എടീ ഞാൻ പറഞ്ഞ അനുസരിക്കുന്നു അതോ ഇവൻ പറഞ്ഞ അനുസരിക്കുന്നു എനിക്ക് ഇപ്പൊ അറിയണം. പോയി ജ്യൂസ് കൊണ്ടുവാടി. പോയി ബൂസ്റ്റ് എടുത്തോണ്ട് പാടി. എന്തോന്നായത്? നേരെ വെളുത്തപ്പോ തൊട്ട് ഒരു പെങ്കൊച്ചിനെ കൊണ്ടുള്ള ജോലി ഇല്ല ജയിക്കുന്നോ? കൊണ്ടുപോടുന്ന മോൾ ഈ ജോലിയൊന്നും ചെയ്യണ്ട. ഇനി പോരും വാ. എന്റെ ഈ കാലിന് ഭയങ്കര വേദന. ഒന്ന് തടയി തരുമോ? അവിടെ ഇരിക്കേ. ആ അതെ ഇവിടെ അവിടെ തന്നെ. ഓ ഒന്ന് അമർത്തി തടവടി കൊച്ചേ. ജ്യൂസ് മേശപ്പുറത്ത് വെക്കേ. வக்கீல் சார் கூப்பிடுறாரு. கூப்பா? வக்கீல் சார் கூப்பிடுறாரு. கூப்பிடு. வக்கீல் சார் கவுன் இடாருல்லே. அடச்சி சூட்ட சோம்பேறி பசங்களா. கூப்பிடுறது என்ன தெரியல, சாப்பிடுறது என்ன தெரியுதா? தெரியா சாப்பாடுற மக்களா. வாயாக்கிட വക്കീൽ ഒരു പണിയില്ല. വക്കീൽ വേട്ടയ്ക്ക് വിളിച്ചതാണോ? ഞങ്ങൾ ഇത്തരം ചീപ്പ് പരിപാടികൾക്ക് പോകാറില്ല. ആ ചട്ടി എടുക്ക. ആ ചട്ടി എടുക്കാൻ. ഞാൻ വാരിക്കുഴി അശോകന്റെ അളിയനാണ് പെരുവഴി. ആരായാലും ചട്ടി എടുക്കൂ. കാർ കഴുക. ഞാൻ അശോകന്റെ മൂത്ത അളിയനാ. സത്യഭാമയുടെ തനിക്ക് ബൂസ്റ്റ് വേണം. എനിക്ക് ബദാം ജ്യൂസാ. എനിക്കാണ് ബൂസ്റ്റ്. ആദ്യം മേലണെങ്കിൽ പണിയെടുക്കാൻ പഠിക്കണോ? മുടിഞ്ഞ ഏർപ്പാടായി പോയി. എന്താ പറഞ്ഞേ? എടുക്കടാ ചട്ടി. ബൂസ്റ്റ് വേണം അല്ലേ? പണിയെടുക്കണോ? അതല്ല ഇത്. വക്കീൽ സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? വാസ്തവത്തിൽ ഇത് പൊട്ടുന്ന തോക്കാണോ? വാസ്തവത്തിൽ പൊട്ടുന്ന തോക്കാണോ? തട്ടി പൊട്ടി. വക്കീലേ, പെരുവഴി ലാലിച്ചൻ തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല. നീ ഇറങ്ങി വാടോ. ഇറങ്ങി വാടോ കീലേ. ഇറങ്ങി വാടോ. വരണ്ട. എന്താണ് ഇവിടെ? വക്കീല് 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 പ്രത്യക്ഷപ്പെട്ടത്. നാട്ടില് ചങ്കും കരള് പോലെ കഴിഞ്ഞിട്ട് ഞങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്. കേസില്ലാത്ത താനെന്തിനാ മേളിൽ കയറി നിൽക്കുക? ഈ താഴോട്ട് ഇറങ്ങി വാടോ. വാടോ വിളി കേട്ട. അതാ വക്കീല് വരുന്നത്. தண்ணியா போட்டுக்கிட்டு வந்து கலாட்டாவா பண்றீங்க? போக வெளியில ചോദിക്കാം. പോടാ നീർക്കോലി. നല്ല മലയാളിയാണോ? എന്നിട്ടാണോ ഇത്രയും നാള് തമിഴ് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചത്? താനാണല്ലേ ഇവിടുത്തെ മെയിൻ സ്വിച്ച്. ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ എന്താ ഒരു കാലത്ത് നോക്കണ്ട. ലോകത്തിലെ ഒരു ശക്തിക്ക് ഞങ്ങളെ പിരിക്കാൻ സാധ്യമല്ല. അയ്യോ പോയി പകരം ചോദിക്കും. എടോ പീറ വക്കീലേ, ഞങ്ങൾ അളിയന്മാര് നാട്ടിൽ സുഖമായിട്ട് കഴിയുന്ന കണ്ടപ്പോ തനിക്ക് സൂചിച്ചില്ലല്ലേ? അശോക പോയടാ. നീ നാട്ടിൽ ഞങ്ങളെ കൊണ്ടൊരു മുട്ടുചൂചി പോലും കുഴിഞ്ഞെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഈ പകൽ തോക്കു ചൂണ്ടി ഞങ്ങളെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചു റാസ്കൽ. ഞങ്ങൾ ഇതേവരെ ദേഹമനങ്ങി പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. ഇവരെ പിടിച്ച് ഗേറ്റിന് പുറത്താ. വെള്ളം വാങ്ങി വെച്ചേരെ മഞ്ഞപ്പക്കി. ഇത് ഞങ്ങളുടെ അശോകരാളി എന്റെ വീടാ. എന്താ പ്രത്യക്ഷപ്പെട്ടു. അടുത്ത വേഷം പ്രത്യക്ഷപ്പെട്ടു. സ്വർണ്ണത്തള്ള. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്ത്രീധനം വേണ്ടാന്ന്. അവിടെ താമസിക്കാതിരുന്നില്ലേ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതിലും ഭേദമാ ചക്കാട്ടുന്നു. എന്റെ നട്ടു കുടിഞ്ഞു. സാധനം നിങ്ങൾക്കുണ്ടോ? കുടിച്ചിട്ട് തെറി വിളിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ലേശം കുടിച്ചാൽ തെറി പറയാൻ പറ്റുമെന്ന് അനിയനല്ലേ പറഞ്ഞത്? ഇതിനൊക്കെ മാറി വക്കീലാണ് കാരണം. എന്റെ കർത്താവേ പൊള്ളി. എന്റെ സുമി, നീ ആ രാജവല്ലിയെ സൂഹിപ്പിച്ച് കയ്യിലെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. നിങ്ങള് രാത്രി കള്ളും കുടിച്ചിട്ട് വന്ന് സാഹിത്യം പറയുമ്പോ ഓർക്കണായിരുന്നു. ചങ്കിക്കുത്തുന്ന വർത്തമാനം പറയാതെ സുമി.
അന്നേരത്തെ ആവേശത്തിന് ഞാനൊരു പ്രതികാര കുതുകിയായി പോയി. ചക്കാട്ടേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? മൈലാഞ്ചി പുരട്ടാറിയോ? ഓ, ഇനി ഈ ശരീരത്ത് മൈലാഞ്ചി പുരട്ടാത്തിന്റെ കുറവേ ഉള്ളൂ. എനിക്കല്ല, പിന്നെ കുഴി പോയ കുഴിതാഹോളം നിന്റെ അമ്മൂമ്മയ്ക്ക്. ദേ എന്റെ അമ്മയ്ക്ക്. എടി മരക്കഴുതേ, ഇവിടെ മൈലാഞ്ചി അരച്ച് പുരട്ടുന്ന ആരാ? രാജവല്ലി. അവരങ്ങനൊക്കെ പറയും. ഈ കണ്ണി കണ്ട ക്രീമൊക്കെ തേച്ച് ശരീരം ചീത്തയാക്കണ്ട. ഞാൻ പറയുന്നത് കേക്ക്. ഈ ചന്ദനവും മഞ്ഞളും കൂടെ ദേഹത്തങ്ങോട്ട് തേച്ച് കുളിച്ചാലുണ്ടല്ലോ, മോഹമൊക്കെ നല്ല ചൊമാന്ന് വരും. പണ്ടത്തെ ആൾക്കാരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അതല്ലേ. ആഹാ, ഇവിടെ വന്നിരിക്കായിരുന്നല്ലേ. ഞാൻ ഈ മൈലാഞ്ചിയായിട്ട് എവിടെയൊക്കെ തിരക്കി നടക്കായിരുന്നു. നിങ്ങൾ എഴുതിട്ട് വന്നേ. എന്തിനാ നാത്തൂനെ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് മോക്കറിയാ അല്ലേ മോളെ? അയ്യടാ, ഒരു നാത്തൂൻ. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഓ, ഇഷ്ടപ്പെട്ടു. മോൾ ഇതൊന്നും കാര്യമാക്കണ്ട. അയ്യോ വേണ്ടെന്ന്. ഞാൻ ഇട്ടേരാം മോളെ. ആ കൊച്ചിന്റെ ശരീരത്തിലുള്ള മൈലാഞ്ചി ഒക്കെ ഇട്ട് ചീത്തയാക്കണ്ട. കൊണ്ടുപോടിയോട് കൊണ്ടുപോകാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ശല്യമായല്ലോ. ചെല്ല് മൈലാഞ്ചി കൊണ്ട് നാത്തൂനെ സേവിക്കാൻ. നീ ചെല്ല്. ഭഗവാനെ രക്ഷിക്കണേ. ആഹാ, ഇതാരാ? ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞോ? എവിടെ കഴിയാൻ, കൊച്ചു തമ്പുരാട്ടിയുടെ ഓരോ തീരുമാനങ്ങളല്ലേ. വടിയടി, കത്തിക്കുത്ത്, കാളപ്പോര്, ഇതിന്റെയൊക്കെ മാഷന്മാരെ തിരക്കി രാവിലെ ആള് പോയിട്ടുണ്ട്. വൈകുന്നേരത്തിന് മുമ്പ് വരുമായിരിക്കും. ശ്രീദേവിക്ക് ദൈവങ്ങളുമായിട്ട് നല്ല അടുപ്പമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്ക്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഉടനെ തന്നെ നിങ്ങളുടെ രണ്ടാളുടെയും കല്യാണം നടക്കണമെന്ന്. ഇപ്പൊ അതല്ലല്ലോ ഇവിടെ വിഷയം. പലവട്ടമായി ഞാൻ ശ്രദ്ധിക്കുന്നു, വിഷയം മാറ്റി സംസാരിക്കുന്ന കാര്യത്തിൽ ശ്രീദേവി കാട്ടുന്ന താല്പര്യം. ഇവിടെ ഞാൻ ആദ്യം വന്ന് കണ്ടതും എന്റെ മുറപ്പെണ്ണായി സങ്കല്പിച്ചതും ശ്രീദേവിയാണ്. കോടികളുടെ അധിപയായ പെൺകുട്ടിയുടെ വിനയം കണ്ട് ഞാൻ അതിശയിച്ചു. പിന്നെ യഥാർത്ഥ കോടീശ്വരിയെ കണ്ടിട്ടും ആദ്യം കണ്ട ആളെ മറക്കാൻ കഴിഞ്ഞില്ല. അറിയാതെ പറ്റിയൊരു പിഴവ്, അതങ്ങനെയൊന്നും മറന്നാ മതി. സത്യത്തിൽ നിങ്ങൾ മലയാളം പറയുമ്പോൾ ഞാൻ എന്റെ വീടിനെ കുറിച്ച് ഓർക്കും. അത്ര വ്യക്തമായ ഓർമ്മയൊന്നുമില്ല. നാട്ടിൽ നിന്ന് വരുന്നവരെ കാണുമ്പോഴും മലയാളം കേൾക്കുമ്പോഴും വെറുതെ തോന്നും വളരെ വേണ്ടപ്പെട്ടവരാണെന്ന്. അപ്പോ ഭാഷയോട് മാത്രമേ സ്നേഹമുള്ളൂ, അത് പറയുന്നവരോടില്ലല്ലേ? ഞാൻ വരുമ്പോ വേദന കൊണ്ട് കരയായിരുന്നു. എന്തു പറ്റി? കാലുവേദന എന്ന് പറഞ്ഞത്. അമ്പേ വേണ്ട, ഇപ്പോഴാ പറഞ്ഞത്, വിളിക്കണ്ട. ஸ்ரீதேவி, உன்னை எங்கெல்லாம் தேடுறது? எச்சக்கல நாயே, அங்க வந்து காற்று குடும்பி குடிக்க சொன்னா இங்க என்ன நீ செய்யற? உன்னை என்ன செய்யற பாரு. பாருங்க பாடி. എന്താ മോനെ ഇത്? അമ്മ കിടന്നു. പാവം കുട്ടിയാ. ശ്രീദേവി, മറന്നു വെച്ചതാ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ ശ്രീദേവി തല്ലുകൊണ്ടത്. പാവം ആങ്ങളയുടെ മകളുടെ സ്നേഹവും പരിചരണവും അനുഭവിക്കാൻ ആർത്തി പിടിച്ചു വന്നതാ എന്റെ അമ്മ. ഇങ്ങോട്ട് പോരാൻ സമ്മതിച്ചത് ഞാൻ ചെയ്തൊരു തെറ്റാ. പോണം, മടങ്ങിപ്പോണം. അതിന് തക്കോണം ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ എളുപ്പാ. പക്ഷേ ആരും ഇല്ലാതാവുന്നതിനേക്കാൾ നല്ലതാ ആരായാലും ഒരാൾ ഇവിടം ഉണ്ടാവുന്നത്. തനിച്ചാകുമ്പോഴുണ്ടാവുന്ന വേദന അത് അനുഭവിച്ചാലേ മനസ്സിലാവൂ. പോട്ടെ, അമ്മ ഉറങ്ങിക്കാണില്ല.
ஏய்யா, என்ன திமிரு இருந்தா நீ என் வீட்லயே சம்பந்தம் பேச வருவ? ஆவேசப்படாதீங்க முத்தச்சி. நான் நிறுத்தினாலும் சொந்தங்களை நிறுத்திட முடியுமா? என்ன, நான் கொஞ்சம் தூரத்து சொந்தம், அதனால அண்ணின் ஆயிருவனா? தூரத்து சொந்தம்னு சொல்லி எங்க கிட்ட மடிப்பிச்ச கேட்டியே, அத மறந்துட்டியா? இல்ல உன்னையும் குடும்பத்தையும் காப்பாத்தின கவுண்டர் நாயரை மறந்துட்டியா? ஆமா, அவர் எப்போ செத்து சுடுகாட்டுக்கு போயிட்டாரு. இன்னும் அவரை பத்தியே பேசிட்டு இருக்கிற. ഓഹോ, കൗണ്ടർ നായർ മരിക്കാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു അല്ലേ? വീണ്ടും പോയി പഠിച്ചു വിട്ടാൻ. வாயா வக்கீலு, அப்ப என்னடானா எனக்கு திருட்டு பட்டம் கட்டி இந்த வீட்டை விட்டு வெளியே அனுப்பி என் வாழ்க்கையை கெடுத்த. இப்ப என்னடானா கவுண்டர் நாயர் சாகும் பொழுது தந்திரமா ஏதேதோ சொல்லி எழுத வச்சு அந்த உயிரை காட்டி என் புள்ள வாழ்க்கையை கெடுக்க பாக்குறியா? பூபதி, அப்பா, நான் தாலி கட்ட போறது ராஜவல்லிய, சம்மதம் கேட்க வேண்டியது அவகிட்ட தானே. இந்த கிழவி கிட்ட என்ன பேச்சு? டேய், ஒரு அடி எடுத்து வச்ச நடக்கிறதே வேற. ஏண்டா, என்ன தைரியம் இருந்தா என் எதிர்த்து நின்னு பேசுவேன்? வக்கீலே, இவரை கழுத்தை பிடிச்சு வெளியில தர சொல்லு. கடவுளே, மங்களகரமா பேச வேண்டிய இந்த நேரத்துல அமங்கலமா பேசி காரியத்தை கெடுக்கிறீங்களே. താൻ ആരോടാണ്, എവിടെ നിന്നാണ് സംസാരിക്കുന്നത് ഓർമ്മയുണ്ടോ? ആദ്യം പുറത്തിറങ്ങ. யோ, அதெல்லாம் அந்த காலம். பூபதி கவுண்டர் இப்ப நினைச்சா டெல்லி வரைக்கும் பேசுவாரு. எதுக்குடா பெரிய பேச்செல்லாம் பேசிக்கிட்டு? முத்தச்சி, நடந்ததெல்லாம் மறந்துட்டு நடக்க போறத பாருங்க. இந்தாங்க, தட்டை வாங்கிக்கங்க. எடுத்துட்டு போடா. நான் ரொம்ப கடவுள் பக்தி உள்ளவன். என் மகன் தர்மராஜுக்கும் கவுண்டர் நாயர் மக ராஜவல்லிக்கும் முத்தச்சி கண்ணு முன்னாலேயே கல்யாணம் நடக்கும்.